ഹായ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? കുറച്ച് പേരൊക്കെ എന്നെ മറന്നു കാണും, കുറച്ച് പേർക്ക് ഓർമ്മ കാണും. ഇപ്പോഴും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസിനോടും മറ്റുള്ളവരൊക്കെ പരിചയപ്പെടുത്തുകയായിരിക്കും. ഇത് ഞങ്ങളുടെ യോഗ സാറാണ്. സെൻറ്റ് തെരേഷ്യ സ്കൂളിലെ പുതിയതായിട്ട് വന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കറിയാമോ? കുറച്ചു പേർക്കറിയാം. എന്താണെന്ന്? ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. എത്രാമത്തെ? 6ാമത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി. പക്ഷെ എന്താണ് കാര്യം? 6ാമത്തെ യോഗാ ദിനമായത്. അതായത് 2014 ഡിസംബർ 11 യുണൈറ്റഡ് നാഷണൽ ജനറൽ അസംബ്ലി യോഗയെ അന്താരാഷ്ട്ര ദിനമായി അംഗീകരിച്ചത്. അതുകൊണ്ട് 2015 മുതൽ യോഗാ ദിനം സ്റ്റാർട്ടായി. ഇപ്പോൾ 2020 ആയപ്പോൾ 6ാമത്തെ യോഗാ ദിനമാണ്. യോഗ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഏകദേശം 177 രാജ്യങ്ങളിലോളം യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യോഗ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പല യോഗകളിൽ പഠിച്ചു. നമ്മൾ അഷ്ടാംഗ യോഗ പഠിച്ചു, ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമം പഠിച്ചു, സൂപ്പർ ബ്രെയിൻ യോഗ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അപ്പം കൊറോണ മൂലം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് യോഗ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചേർന്നിരുന്ന് ഈ വർഷം യോഗാ ദിനത്തിൻ്റെ അന്ന് ഈ യോഗ എല്ലാവരും ചെയ്യണം. യോഗാ ദിനത്തിൻ്റെ അന്ന് മാത്രം ചെയ്താൽ പോരാ, കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? യോഗ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കോവിഡ് പോലുള്ള രോഗത്തെ ചെറുക്കുന്നതിന്, പിടിച്ചു നിൽക്കുന്നതിന് യോഗ വളരെ അത്യന്താപേക്ഷിതമാണ്. അതായത് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആവും. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾക്ക് എന്ത് കൂടും? പ്രതിരോധ ശക്തി ഉണ്ടാവും. ഏത് രോഗത്തെയും നമ്മൾക്ക് അതിജീവിക്കുവാൻ കഴിയും. അതിന് യോഗ വളരെ പ്രയോജനമാണ്. അപ്പോൾ യോഗ ചെയ്യുന്നത് കേവലം നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എല്ലാത്തിലും ഉപരി നമ്മുടെ ശ്വാസകോശം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഇനി നമ്മളെല്ലാവരും യോഗയും പ്രാണായാമവും നിത്യജീവിതത്തിൽ ഒരു ശീലമാക്കണമെന്ന്. അപ്പോൾ യോഗ ക്യാൻ ഹെൽപ്പ് ഓവറോൾ ഡെവലപ്മെന്റ് ഓൾ ദ സ്റ്റേജസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്റ്റേജിലും യോഗ നമുക്ക് എന്ത് ചെയ്യും? പ്രയോജനം ചെയ്യും. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ട്, ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരവുമുണ്ട്, അല്ലേ? അപ്പം COVID-19 അല്ല, അതിനേക്കാൾ വലിയ ഒരു രോഗം വന്നാലും അതിനെ നേരിടാൻ കഴിയുന്ന ഒരു വജ്രായുധം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് നമ്മളുടെ മനസ്സ്. അപ്പോൾ മനോധൈര്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ഏത് രോഗത്തെയും നമുക്ക് നേരിടാം. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ പരാജയവും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളിലാണ്. നല്ലത് മാത്രം ചിന്തിക്കുക. ചിന്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ലക്ഷ്യപ്രാപ്തി കാണുന്നിടം വരെയും നമ്മൾ അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കരുത്. അങ്ങനെ ആയാൽ സുനിശ്ചിതമായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യുക. ഇന്ന് യോഗാ ദിനത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ പേരൻസ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാവുന്ന എങ്ങനെ നമ്മുടെ ടെൻഷനെ ഒഴിവാക്കാൻ, യോഗ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന ഒരു അല്പം സിമ്പിൾ ആയിട്ടുള്ള യോഗയായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണം. അടുത്ത ഒരു വീഡിയോ, അടുത്ത സെക്കൻഡ് ഫേസിൽ ഞാൻ അതായിരിക്കും ചെയ്ത് കാണിക്കും. നിങ്ങൾ ഒപ്പം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 6ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഓക്കെ, ബൈ, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യാൻ റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ ഈ വർഷം നമ്മൾ യോഗ ചെയ്യുന്നത് നിങ്ങളുടെ പേരൻസ് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള യോഗ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം? ഞാൻ നിൽക്കുന്ന പോലെ നേരെ നിൽക്കുക. 2 കൈകളും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പാരലായിട്ട് പിടിക്കുക. ഇനി ബ്രീത്തിങ് ഇൻ ചെയ്തതിന് ശേഷം
ബ്രീത്തിങ് ഔട്ട് ചെയ്തുകൊണ്ട് കൈകൾ പുറകിലേക്ക് കൊണ്ടുപോവുക. വീണ്ടും ബ്രീത്തിങ് ഇൻ ചെയ്തുകൊണ്ട് ഇതേ സ്ഥിതിയിലേക്ക് വരിക. ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, റിലാക്സ്. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്ക് കൊണ്ടുപോവുക, ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും കൊണ്ടുപോകുക. ഇത് നിങ്ങൾ ഒരു 10 തവണ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം ഈ രണ്ടാമത് കൈകൾ ഇങ്ങനെ നേരെ പിടിക്കുക. ഇനി ബ്രീത്തിങ് ഇൻ ചെയ്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോവുക. ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, റിലാക്സ്. ഇനി മൂന്നാമത്തത് കൈകൾ രണ്ടും ഇങ്ങനെ ഹിപ്പിൽ വെക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് പറയുക. ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, റിലാക്സ്. അപ്പോൾ 3 എണ്ണമായി. ഇനി ട്വിസ്റ്റാണ് നാലാമത്തത്. കൈ രണ്ട് നേരെ പിടിച്ചിട്ട് ശ്വാസം എടുത്തതിന് ശേഷം ശ്വാസം ഔട്ട് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുക. ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട്, ബ്രീത്തിങ് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, റിലാക്സ്. സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മുടെ കാലിന്റെ ഹഫ് മസിലിന് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നതാണ് ഏത്? കാലിന്റെ ഈ ബൾക്ക് മസിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ആദ്യം നമ്മുടെ ടോയില് upon toe, upon heel, upon toe, upon heel, upon toe, upon heel. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാലിൻ്റെ ടോയിലും ഹീലും ഒപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ഫാസ്റ്റ് ആകും. അതാണ് സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കഫ് മസിൽ. ഓക്കെ, ഈ 4 എക്സസൈസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അല്പം ബ്രീത്തിങ് ചെയ്യാൻ പോവുകയാണ്. പ്രാണായാമം. ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആകും. ഇപ്പോഴത്തെ കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ സുഖാസനത്തിലായിരിക്കുക. ഇടത് കൈ ചിന്മുദ്രയിൽ, വലത് കൈ വിഷ്ണുമുദ്രയിൽ. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമമാണ് അനിലോം വിലോം, അൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഏത് മുദ്രയാണ്? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചിന്മുദ്ര, ഇത് വിഷ്ണുമുദ്ര. അപ്പോൾ ആദ്യം നമ്മളെ റൈറ്റ് നോസിൽ നമ്മുടെ വലതേ മൂക്ക് അടച്ചു പിടിച്ചിട്ട് തള്ളി അമർത്തി പിടിക്കുകയൊന്നും വേണ്ട, സിമ്പിളായിട്ട് കൈ വെച്ചാൽ മതി. എന്നിട്ട് ഇടത് സൈഡിൽ കൂടെ, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഫുള്ളായിട്ട് ബ്രീത്തിങ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് അടച്ചു പിടിക്കുക, റൈറ്റ് സൈഡിലൂടെ എക്സേൽ പുറത്തേക്ക് വിടുക. ഇനി വീണ്ടും സാവധാനം വലതുവശത്തൂടെ ശ്വാസം എടുക്കുക, ലങ്സ് ഫുള്ള് ചെയ്യുക, എന്നിട്ട് അടച്ചു പിടിക്കുക, ലെഫ്റ്റിലൂടെ പുറത്തേക്ക് വിടുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ശ്വാസം എടുത്ത് ലെഫ്റ്റ് സൈഡ് അടച്ചു പിടിച്ചതിന് ശേഷം വളരെ സ്ലോവിൽ റൈറ്റിലൂടെ ഔട്ട് ചെയ്യുക, വീണ്ടും റൈറ്റിലൂടെ ഇൻ ചെയ്യുക, റൈറ്റ് സൈഡ് ക്ലോസ് ചെയ്യുക, ലെഫ്റ്റ് കൂടെ ഔട്ട് ചെയ്യുക. അപ്പം ഇതാണ് അനിലോമിലം, അൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ്. ഇത് നമ്മുടെ കൂടുതൽ ഓക്സിജൻ എടുക്കുന്നതിനും നമ്മുടെ ലങ്സിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഭ്രമരി, സൗണ്ട് ഓഫ് ബി. ഇപ്പൊ നമ്മുടെ ടെൻഷനൊക്കെ മാറുന്നതിന് ഒക്കെ വളരെ പ്രയോജനം, ബുദ്ധിശക്തിയൊക്കെ ഇൻക്രീസ് ആവുന്നതിന് വളരെ പ്രയോജനമാണ് ഭ്രമരി, സൗണ്ട് ഓഫ് ബി. നമ്മുടെ പോയിന്റ് ഫിംഗർ കൊണ്ട് നമ്മുടെ 2 ഇയറും അടച്ചു പിടിക്കുക. അടച്ചു പിടിക്കുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ രീതിയിൽ അടച്ചു പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക. നമ്മുടെ ലിപ്സ് വൈബ്രേറ്റ് ആവുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. കണ്ണടച്ച് ശ്രദ്ധ എവിടെയായിരിക്കണം? നമ്മുടെ സെന്റർ ഓഫ് ദ ഐബ്രോസിൽ. ഇപ്രകാരം നിങ്ങളൊരു 10 റൗണ്ട് വരെ ഡെയിലി ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് ഒരുപാട് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യണം. ഇനി നമ്മളൊരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ധ്യാനം. അതായത് നമ്മൾ ശ്വാസം എടുത്തതിന് ശേഷം
നമ്മുടെ 3 ഭാഗം, ഒന്ന് നമ്മുടെ അബ്ഡോമിനൽ, നമ്മുടെ ചെസ്റ്റ്, നോസ്, ഈ 3 ഭാഗത്ത് എഫക്റ്റ് ആകാത്ത രീതിയിൽ, വൈബ്രേറ്റ് ആവാത്തക്ക രീതിയിലാണ് ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ആദ്യം എ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ, ഇംഗ്ലീഷ് ലെറ്റർ എ ഉണ്ടല്ലോ, ആൽഫബറ്റ് എ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. പിന്നീട് നമ്മൾ ശ്വാസം ഉപയോഗിച്ചുകൊണ്ട് അത്, അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ എവിടെ വേണം? ഫസ്റ്റിലെ എ എന്ന് വീഴുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ വൈബ്രേറ്റ് ചെയ്യണം. എം എന്ന് പറയുമ്പോൾ പറഞ്ഞ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഭാഗം വൈബ്രേറ്റ് ചെയ്യണം. പിന്നെ യു എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ് സൈഡ്, നമ്മുടെ നോസിൽ ഭാഗം എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ അത് പെതുക്കെ അത് തീരുന്നിടം വരെയും എ എന്ന് മനസ്സിൽ പെതുക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? ശ്വാസം പുറത്തേക്ക്. പിന്നെ രണ്ടാമത് പിന്നെ ശ്വാസം എടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിന് എഫക്റ്റ് ആവാത്ത രീതിയിൽ എം. അത് വാ തുറന്നല്ല പറയേണ്ടത്, നമ്മുടെ മനസ്സിൽ ശ്വാസം വിടുന്നതനുസരിച്ച്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ പ്രാവശ്യം ബ്രീത്തിങ് ഇൻ ചെയ്തതിനു ശേഷം യു. അപ്പൊ ഒരു റൗണ്ട് ഞാൻ കാണിക്കാം, നിങ്ങൾ കണ്ടിരിക്കുക. ശ്വാസം എടുക്കുക. ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ വയറിനാണ് എഫക്റ്റ് ആയത്. ഇനി ഇൻഹേൽ, ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ ചെസ്റ്റിൽ. ഇനി വീണ്ടും ശ്വാസം എടുക്കുക. യു. ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ നോസിന്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കണ്ണടച്ച് ഏകാഗ്രമായിട്ടിരുന്ന് ശ്വാസം എടുത്തതിന് ശേഷം ആദ്യം ഒരു 5 ടൈംസ് നമ്മുടെ വയറിനെ എ എന്ന് പറഞ്ഞ് ശ്വാസം വിടുക. പിന്നെ അടുത്ത 5 ടൈംസ് എം എന്ന് പറഞ്ഞ് നമ്മുടെ ചെസ്റ്റിന് എഫക്റ്റ് ആകത്തക്ക രീതിയിൽ വിടുക. പിന്നെ 5 ടൈംസ് നമ്മുടെ നോസിന്, ഹെഡിന് എഫക്റ്റ് ആകാത്ത രീതിയിൽ യു എന്ന് പറഞ്ഞിടുക. ഇങ്ങനെ 5 ടൈംസ് വെച്ച് 3 രീതിയിലും ചെയ്തതിന് ശേഷം പിന്നെ 5 ടൈംസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം ബ്രീത്തിങ് എടുത്തിട്ട് നമ്മൾ ആദ്യം എ, പിന്നെ എം, പിന്നെ യു, ഇത് 3 ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു ബ്രീത്തിങ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ പറയാം. അപ്പൊ ആദ്യം നമ്മൾ 5 ടൈംസ് വീതം നമ്മുടെ എ എന്ന് ഉച്ചരിച്ചുകൊണ്ട് വയറിന് എഫക്റ്റ് ആകാത്ത രീതിയിൽ, എം ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ചെസ്റ്റിന്, യു എന്ന് ഉച്ചരിച്ചുകൊണ്ട് നോസിന്, അങ്ങനെ 5 ടൈംസ് വീതം സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഒരു ബ്രീത്തിങ് എടുത്തതിന് ശേഷം ഇത് 3 ഒന്നിച്ച് പറയും ഔട്ട് ചെയ്യുമ്പോൾ എ, എം, യു. അപ്രകാരം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? 5 ടൈംസ് നമ്മൾ ബ്രീത്തിങ് ഇൻ ഔട്ട് ചെയ്യുക. ഇത് നമ്മൾ കണ്ണടച്ച് നിവർന്നിരുന്ന് ഏകാഗ്രമായിട്ടിരുന്ന് ചെയ്യണം. ഇത് ശ്വാസം എടുത്ത്. അപ്പൊ ഇതെല്ലാവരും മനസ്സിലായല്ലോ? എല്ലാവരും പ്രാക്ടീസ് ചെയ്യല്ലോ. ഓക്കെ, എല്ലാവർക്കും യോഗാ ദിനത്തിന്റെ ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു. എല്ലാവരും യോഗ ചെയ്യുക. നിങ്ങളുടെ പേരൻസിനെയൊക്കെ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. ഓക്കെ, നമ്മൾ സ്കൂൾ തുറന്ന് കോവിഡൊക്കെ മാറി വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് വരണം. ഓക്കെ, ബൈ, ടാറ്റാ.
Thank you, teacher. Good morning, teacher. Tree post. Tadasan. Chair. Half wheel. Full cobra. Butterfly rolling. Thank you, teacher.
നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് യോഗ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ 10 സെക്കൻഡ് നിൽക്കണം. അടുത്തതായി ഞാൻ ക്ലീൻ പോസ് ആണ് ചെയ്യാൻ പോകുന്നത്. 15 സെക്കൻഡ് ഇങ്ങനെ നിൽക്കണം. 1 2. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ റോളിംഗ്. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി ഞാൻ എൻ്റെ യോഗ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good morning, teacher.
Thank you, teacher.